ജീവപര്യന്തം കിട്ടിയത് സന്തോഷം. ഇനിയൊന്ന് തിരിച്ചു വന്ന് കാണാനാവില്ലായിരുന്നു, വിഷമം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. പോലീസിന്റെ ഒക്കെ ഇടപെടൽ നിങ്ങൾ തൃപ്തികരമായി? എല്ലാവരും നല്ലോണം ചെയ്തിന്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഫെലിക്സ് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, നാട് നടുങ്ങിപ്പോയ സംഭവമായിരുന്നു വിഷ്ണുപ്രിയയുടെ കൊലപാതകം. അതിലിപ്പോൾ ജീവപര്യന്തം തടവും 10 വർഷം തടവും ഒപ്പം വിധിച്ചിട്ടുണ്ട് കോടതി. എങ്ങനെയാണ് കോടതിയുടെ ശിക്ഷാവിധിയുടെ പൂർണ്ണരൂപം? എങ്ങനെയാണ് പ്രോസിക്യൂഷൻ ഏത് തരത്തിൽ നോക്കിക്കാണും? നിഷ്ഠൂരമായ കൊലപാതകത്തിൽ കഠിന തടവും ഒപ്പം തന്നെ ജീവപര്യന്തവും 10 വർഷം കഠിന തടവുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം എന്നതാണ്. പക്ഷേ ഇത് നേരിട്ട് ദൃക്സാക്ഷി ഇല്ലാത്തൊരു കേസാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജീവപര്യന്തവും 10 വർഷം തടവും കോടതി വിധിച്ചിട്ടുണ്ടാവുക എന്നതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. കോടതി വിധി പൂർണ്ണമായും പഠിച്ച ശേഷം മാത്രമായിരിക്കും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവുക. ഏതായാലും കുടുംബം ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. വിഷ്ണുപ്രിയയുടെ ഇളയച്ചനടക്കം വ്യക്തമാക്കുന്നത് തങ്ങൾ വധശിക്ഷ പ്രതീക്ഷിച്ചു, പക്ഷേ ഇപ്പോഴത്തെ കോടതി വിധിയെ തങ്ങൾ അംഗീകരിക്കുന്നു എന്നതാണ്. ഏതായാലും അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരുന്നത്. കാരണം 2022 ഒക്ടോബർ 22-നാണ് ആരുമില്ലാതിരുന്ന സമയത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിൽ കയറി വിഷ്ണുപ്രിയയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. 75% കഴുത്ത് ആ മുറിവിന് ആഴമുണ്ടായിരുന്നു. ഒപ്പം തന്നെ കയ്യിലെയും കാലിലെയും ഈ ഞരമ്പുകൾ മുറിക്കുകയും ചെയ്തു. അങ്ങനെ 29 മുറിവുകളായിരുന്നു വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. അതിൽ 10 മുറിവുകളും മരണത്തിന് ശേഷമായിരുന്നു എന്നതാണ്. അപ്പോൾ മരണം ഉറപ്പിച്ച ശേഷം അത്രയധികം ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരുന്നത്. ഏതായാലും അതിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഏതായാലും അതിൽ ശിക്ഷ വിധിച്ചപ്പോൾ ജീവപര്യന്തവും 10 വർഷം തടവുമാണ് വിധിച്ചിട്ടുള്ളത്. ജീവപര്യന്തത്തിനൊപ്പം തന്നെ 2 ലക്ഷം രൂപ പിഴത്തുക അടയ്ക്കണം. 2 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഒന്ന് കൊലപാതകം, ഒന്ന് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറലും. കൊലപാതകത്തിനാണ് ജീവപര്യന്തം, വീടിനുള്ളിൽ അതിക്രമിച്ചു കയറലിന് 10 വർഷത്തെ തടവുമാണ് വിധിച്ചിട്ടുള്ളത്.